ഹലോ മുത്തുമണി, എന്തൊക്കെ പഠിച്ചപോലെ. ഇന്ന് നമ്മുടെ വിലായത്ത് ബുദ്ധ റിലീസായിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ സച്ചിയുടെ സ്ക്രിപ്റ്റിൽ അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ തന്നെ വരാൻ തീരുമാനിച്ചിരുന്ന ഒരു ചിത്രമാണ് വിലായത്ത് ബുദ്ധ. അദ്ദേഹത്തിൻ്റെ മരണശേഷം അത് ജയനമ്പ്യാരാണ് സംവിധാനം ചെയ്തത്. അതിന്ന് റിലീസായിട്ടുണ്ട്. എന്താണെന്ന് പറയാൻ വെച്ചാൽ, നമുക്കറിയാം സച്ചിയുടെ സ്ക്രിപ്റ്റും സച്ചിയുടെ ഡയറക്ഷൻ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു മേക്കിംഗ് ആവും അദ്ദേഹം എപ്പോഴും ചെയ്യാറുള്ളത്. അനാർക്കലി ആവട്ടെ, അയ്യപ്പൻ കോശി ആവട്ടെ, അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടൊരു സംഭവം അതിലുണ്ടാവും. ഒരു പ്രത്യേക ഒരു ഭംഗി അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾക്കുണ്ടാവും. അത് മറ്റൊരാൾ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഒരുപാട് മാസ് കുത്തിക്കയറ്റി എന്തൊക്കെയൊക്കെ കാട്ടിക്കൂട്ടുന്ന ഒരു രീതിയിലൊക്കെ കാരണം പല ആളുകളും ചെയ്യും. അതിൻ്റെ ഉദാഹരണം തന്നെയാണ് നമ്മുടെ ഈ വിലായത്ത് ബുദ്ധ. കാരണം നമ്മൾ ഇന്ദുഗോപൻ്റെ നോവലിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ സച്ചി സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് തന്നെ. അപ്പം അങ്ങനെയുള്ള ഒരു ഇതിൽ അദ്ദേഹത്തിന് ഡയറക്ഷൻ്റെ ഒരു മൈൻഡാവും അദ്ദേഹം എങ്ങനെ ചെയ്യണത്. പക്ഷേ ഇത് വേറൊരാൾ ചെയ്തപ്പം വേറൊരു മാസ് രീതിയിൽ പോയിട്ട് ഒരുപാട് ഒരു ഓവർ സിനിമാറ്റിക് ആയിട്ടുള്ള സംഭവങ്ങൾ ഇതിൽ വന്നു. രസമുണ്ട്, കാണാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലെവലിൽ നമ്മൾ കണ്ടുകൊണ്ട് നമുക്കത് ചില ടൈമിൽ നമുക്കത് ദഹിക്കാത്ത സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ട്. പിന്നെ ഇതിൻ്റെ എടുത്തു പറയാനുള്ള സംഭവം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജക്സ് ബിജോയുടെ ഇപ്പോൾ നമുക്കറിയാം മലയാളത്തിൽ ഏറ്റവും നമുക്ക് ഒരു കേൾക്കാനും താല്പര്യമുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്യുന്നത് നമ്മുടെ ജക്സ് ബിജോ അടിപൊളിയായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് സിനിമാറ്റോഗ്രാഫിയൊക്കെ നല്ല അടിപൊളി. പക്ഷെ ഇതിൽ ഒരുപാട് നമ്മളെ പുഷ്പയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് എന്താ പറയുക ഡയലോഗുകളും മാസൊക്കെ ഒരുപാട് ചില ഏരിയയിലൊക്കെ ഒരുപാട് വെറുപ്പിക്കുന്ന സംഭവങ്ങളുണ്ട്. അതായത് പിന്നെ മാത്രമല്ല ഈ പടത്തിൻ്റെ ഒരു ലെങ്ത്ത് ലേശം ഓവറായിട്ടുണ്ട്. ഒരു കുറച്ചാൽ ഒന്നുകൂടി നല്ല അടിപൊളി ബെറ്റർ. പിന്നെ അതിൽ ഫൈറ്റ് അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ എടുത്തു പറഞ്ഞ ഒരു ക്യാരക്ടർ നമ്മുടെ ഷമ്മി തിലകൻ ചെയ്ത റോള് അസാധ്യം എന്ന് പറഞ്ഞാൽ അസാധ്യം. നമുക്ക് തിലകനാണോ ഇത് എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള ഒരു അഭിനയമൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ. പടം ഓവറോൾ കുഴപ്പമില്ല. പക്ഷേ എന്നാലും നമ്മൾ പ്രതീക്ഷിച്ച ഒരു സംഭവം ഇതിലുണ്ട്. കാരണം നമ്മൾ പൃഥ്വിരാജ് നമ്മുടെ കണ്ടു മറന്ന നമ്മുടെ കാപ്പയിലും അതുപോലെ താന്തോന്നിയിലും ഈ കടുവയിലൊക്കെ പറഞ്ഞാൽ ഒരുപാട് മാനറിസങ്ങൾ തന്നെ ഇതിൽ വന്നു പോകുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന് കുറച്ച് ഡള്ളാക്കിയിട്ട് ചെയ്തു എന്ന് മാത്രമുള്ളൂ, വലിയൊരു വ്യത്യാസവും കാര്യങ്ങളൊന്നും സിനിമക്ക് അവകാശപ്പെടാനില്ല. പക്ഷെ ഇതിൻ്റെ മേക്കിംഗ് ടോട്ടാലിറ്റിയിൽ നല്ല രസമുണ്ട്. എന്നാലും ഒരുപാട് അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ ഒരു മാച്ച് ഇല്ലാത്ത രീതിയിൽ നമുക്ക് തോന്നിപ്പോകും. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ സച്ചിയുടെ ആ ഒരു സ്ക്രിപ്റ്റ് നമ്മൾ അയ്യപ്പനും കോശിയൊക്കെ കണ്ടിരിക്കണമല്ലോ, ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ചിത്രത്തെ നമ്മൾ ശരിക്കും ഇത് കാണാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അതൊരു വേറെ രീതിയിലായിരുന്നു. നമുക്കൊരു താന്തോന്നി രീതിയിലൊക്കെ ഇത് നമുക്ക് കിട്ടുന്നത്. താന്തോന്നി കാപ്പ ആ ഒരു രീതിയിലാണ് സിനിമ നമുക്ക് അനുഭവം തരുന്നത്. എന്തായാലും പടം പറയുമ്പോൾ നമ്മൾ കുഴപ്പമില്ല അത്ര പറയാൻ പറ്റുള്ളൂ. വലിയൊരു സംഭവമായിട്ട് പറയാനില്ല. പിന്നെ അതുപോലെ തന്നെ പുഷ്പ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഇങ്ങനെ ഈ ഒരു ക്യാരക്ടറിനെ ഈ ഡബിൾ മോഹൻ എന്ന ഈ എന്താ പറയുക ഈ ചന്ദനക്കടത്തുകാരനെ ഒരുപാട് എന്തൊക്കെയോ ആക്കി തീർത്ത രീതിയിലുള്ള ഒരു സ്ക്രിപ്റ്റായിട്ട് ഇത് മാറിയിരിക്കുന്നത്. അത് പല ഇടങ്ങളിലും ഒരുപാട് എന്താ പറയുക ലാഗ് അല്ലെങ്കിൽ ഒരു ക്ലീഷായി തോന്നുന്നുണ്ട്. അതൊന്നും മാറ്റിയാൽ അടിപൊളിയാണ് ചിത്രം. എന്തായാലും നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി പറയും. വീഡിയോ എത്ര ഉള്ളൂ, ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യും. ഓക്കെ.